ഞാൻ തുടരുക ദയവായി. ഞാനിപ്പോൾ സജി മഞ്ഞക്കടമ്പിൽ നമുക്കൊപ്പം ചേരുന്നു. തൃണമൂൽ കോൺഗ്രസ് നേതാവാണ്. ശ്രീ സജി മഞ്ഞക്കടമ്പിൽ, വലിയ വിമർശനമാണ് ഇപ്പോൾ CPI കേരള കോൺഗ്രസ് എമ്മിനെ ഉദ്ദേശിച്ചുകൊണ്ട് അവരെ വിമർശിച്ച് പറഞ്ഞിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ നമുക്കറിയാം, കേരള കോൺഗ്രസിനെ മുന്നണിയിലെടുക്കുന്നതിനെ വലിയ തരത്തിൽ വിമർശിച്ചതാണ് CPI. ആ വിമർശനം, ആ അമർഷം ഇപ്പോഴുമുണ്ട് എന്നല്ലേ ഈ വലിയ രൂക്ഷ വിമർശനത്തിൽ കൂടെ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ പൊട്ടിത്തെറിക്ക് ഉള്ള സാധ്യതയുണ്ട് എന്ന് കഴിഞ്ഞ കുറെ നാളുകളായി നടക്കുന്ന ചർച്ചയാണ്. അത് യാഥാർത്ഥ്യമാണ് എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. CPI സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് എം LDFിലേക്ക് വന്നപ്പോൾ അവരുടെ പ്രാധാന്യം കുറഞ്ഞുവെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. CPM എന്നാൽ കേരള കോൺഗ്രസ് എമ്മിനെ ആ മുന്നണിയിൽ നിന്നും പുറത്തു വിടാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പുറത്തു പോകാതിരിക്കാൻ വേണ്ടി അവരെ പ്രീണിപ്പിക്കുന്ന ഒരു സാഹചര്യവും നിലനിൽപ്പുണ്ട്. ഇതാണ് ഇതിന്റെ പിന്നിലെ രഹസ്യം. നമുക്കറിയാം, ഇവിടെ പറഞ്ഞതുപോലെ കേരള കോൺഗ്രസ് എമ്മിന്റെ അണികൾ നല്ല ശതമാനവും UDF എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. നമ്മൾ പുതുപ്പള്ളി ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകൾ കണ്ടതാണ്. അപ്പൊ സ്വാഭാവികമായും CPI ഈ പറഞ്ഞതിലത്ത് അല്പം കഥയുണ്ട് എന്ന് തന്നെ ഉള്ളതാണ് ഞാനും വിശ്വസിക്കുന്നത്. അതായത് ഇത് CPM-നും അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒന്നെങ്കിൽ CPI അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എം ഒരു കക്ഷി മുന്നണി വിടും എന്നതിന്റെ പൂർണ്ണമായ ഒരു തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് തൃണമൂൽ കോൺഗ്രസിന് പറയാനുള്ളൂ. അതായത് ഈ കേരള കോൺഗ്രസ് എമ്മിനെ തിരികെ കൊണ്ടുപോകാൻ UDFിൽ വലിയ ആലോചനകൾ നടക്കുന്നു എന്ന് ഞങ്ങളുടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ റിപ്പോർട്ടർ ശ്രീജിത്ത് തന്നെയാണ് ആ വാർത്തയും ബ്രേക്ക് ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ വലിയ വിമർശനം ഉണ്ടാകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ശ്രീ സജി മഞ്ഞക്കടമ്പിൽ. തീർച്ചയായിട്ടും അതെ, കേരള കോൺഗ്രസ് എമ്മുമായി UDF നേതൃത്വം ചർച്ച നടത്തുന്നുണ്ട് എന്നുള്ള ചില യാഥാർത്ഥ്യങ്ങളൊക്കെയാണ്. ഏതായാലും കേരള കോൺഗ്രസ് എം അതിന് എത്രമാത്രം തയ്യാറാണ് എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, CPI ഓർ അത് കേരള കോൺഗ്രസ് എം രണ്ടിലൊരു കക്ഷി വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് UDFിനൊപ്പം ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാഷ്ട്രീയമായി നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനാണ് സ്വാഭാവികമായ സാധ്യത. നമുക്കറിയാം, ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ മുന്നണിയോടുള്ള വിശ്വാസം ജനങ്ങൾക്ക് പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം, ഇവിടുത്തെ വിലക്കയറ്റം, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, വന്യമൃഗ ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിഹരിക്കുവാൻ ഈ ഗവൺമെന്റ് സാധിച്ചിട്ടില്ല. മാത്രമല്ല നമുക്കറിയാം, ഇവിടെ ആരോഗ്യ മേഖലയിലെ കുത്തഴിഞ്ഞ ആരോഗ്യ മേഖല ഒക്കെ നമ്മൾ കണ്ടു. ഇവിടുത്തെ റോഡ് നിർമ്മാണത്തിലെ അഴിമതിയെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വരുമ്പോൾ CPIക്കാണെങ്കിലും കേരള കോൺഗ്രസ് എമ്മിനാണെങ്കിലും ഒരു തിരിച്ചറിവുണ്ട്. ഇനിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ വിജയിക്കാനാവില്ല, അല്ലെങ്കിൽ ഭരണത്തിന്റെ ഭാഗമാവാൻ കഴിയില്ല എന്നതുണ്ട്. അപ്പൊ രണ്ടുപേരും മത്സരിച്ച് ആ മുന്നണിയിൽ നിന്നും പുറത്തു പോകാൻ കാരണം നോക്കുന്ന കക്ഷികളാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും ഇത് വരാൻ പോകുന്ന ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ്, പക്ഷെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് സംഭവിക്കുവോ അതിനുശേഷം സംഭവിക്കുവോ എന്നതിനെ സംബന്ധിച്ച് മാത്രമേ ഇപ്പോൾ നമുക്ക് ഇനി ചർച്ച നടത്തേണ്ടതുള്ളൂ. അതിന് മുമ്പ് നടക്കാനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷവും, അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ച് സീറ്റ് ചർച്ചയോടനുബന്ധിച്ച് ഈ രണ്ട് കക്ഷികളും തമ്മിലുള്ള തർക്കം മുറുകി ഒരു കക്ഷി വെളിയിലേക്ക് പോയി UDF ശക്തിപ്പെടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. വളരെ നന്ദി ശ്രീ സജി മഞ്ഞക്കടമ്പിൽ. ഇപ്പോൾ റെജി ലൂക്കോസ് നമുക്കൊപ്പം ചേരുന്നു, ഒരു സഹയാത്രികനാണ്. ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ ഏറ്റവും പ്രധാനമായി പറയുന്നത് നേതാക്കൾ പാർട്ടി മുന്നണിയിലോട്ട് വന്നെങ്കിൽ പോലും ഇപ്പോഴും അവരുടെ മനസ്സുള്ളത്, അണികളുടെ മനസ്സുള്ളത് UDFിനൊപ്പമാണെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. താങ്കൾ അത് അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വലിയ വിമർശനം, അതിരൂക്ഷമായ വിമർശനമാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴും അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല CPIക്ക് കേരള കോൺഗ്രസ് എമ്മിനെ എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഒരു മുന്നണി മര്യാദയുടെ ലംഘനം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ ശ്രീ റെജി ലൂക്കോസ്? തീർച്ചയായിട്ടും ഒരു മുന്നണി മര്യാദയുടെ ലംഘനം ഒരു നേരിയ രീതിയിൽ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ CPIയുടെ ഈ ഇത്ര അവരവരുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. മാധ്യമങ്ങൾ, പക്ഷെ പല മാധ്യമങ്ങളും, നിങ്ങളുൾപ്പെടെയുള്ള പല മാധ്യമങ്ങളും ഇത് പുറത്തു വന്നിട്ടുണ്ട്. തന്നെയുമല്ല, ഇതിനകത്ത് വലിയ പുതുമയൊന്നുമില്ല. കാരണം 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി ഗ്രൂപ്പ് ഇടതുപക്ഷത്തേക്ക് വന്നപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട കാരൻ രാജേന്ദ്രനായിരുന്നു CPIയുടെ സംസ്ഥാന സെക്രട്ടറി. ആ സമയത്ത് അവരുടെ ഭാഗത്തു നിന്നൊരു എതിർപ്പ് കേരള കോൺഗ്രസ് വരുന്നതിനെ കുറിച്ച് അവർ പരസ്യമായും LDFിനും പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ അവരെ അനുനയിപ്പിച്ചു, അതിന്റെ വസ്തുതകളും ആ പാർട്ടി വന്നാലുള്ള നേട്ടങ്ങളെക്കുറിച്ചും അതുതന്നെ ഇടതുപക്ഷത്തിന്റെ നയങ്ങളോട് യോജിച്ച് അവര് LDFിലേക്ക് വരുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും LDFിൽ ചർച്ച ചെയ്ത് അവരെ ബോധ്യപ്പെടുത്തി അവർ അതിനോടൊപ്പം നിൽക്കുകയും ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8 സീറ്റ് അധികം നേടിക്കൊണ്ട് 99 സീറ്റോടുകൂടി അധികാരത്തിലേറുകയും ചെയ്തു LDF. ഇപ്പോൾ അവരുടെ കോട്ടയം ജില്ലയുടെ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്ന രീതിയിലുള്ള ഈ വിമർശനം
അതൊരു അപക്വമായ വിമർശനമാണ്. തന്നെയുമല്ല, അവരിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ ഭാഷ്യത്തിൽ കേരള കോൺഗ്രസിന്റെ നേതാക്കൾ മാത്രമേ ഉള്ളൂ പാർട്ടിയിലേക്ക് വന്നിട്ടുള്ളൂ. അണികൾ ഇപ്പോഴും UDF അനുഭാവികളാണ്, UDFിനൊപ്പമാണ് അവർ നിൽക്കുന്നുള്ള ആ വിശകലനം തികച്ചും തെറ്റാണ്. കാരണം ഞാൻ ആ കേരള കോൺഗ്രസും CPM ഉള്ള സ്ഥലത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം അവരുമായിട്ട് യോജിച്ച് അവരെല്ലാ പ്രവർത്തനങ്ങളിലും ഒന്നിച്ചു നിന്ന് പിന്നെ കഴിഞ്ഞ നമ്മുടെ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ നേട്ടങ്ങൾ കൊയ്ത് പലയിടത്തും, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ ഏതാണ്ട് ഒന്നാകെ തന്നെ LDFിലേക്ക് പ്രാദേശിക ബോഡികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്തു. അതിന്റെ ഗുണം ഈ CPIക്കും കിട്ടിയിട്ടുണ്ട്. കാരണം CPIക്ക് ജയിക്കാൻ യാതൊരു കാരണവശാലും അവസരങ്ങളോ അല്ല അണികളോ ഇല്ലാത്ത പല പഞ്ചായത്ത് വാർഡുകളിലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെയും CPMന്റെയും കൃത്യമായ രീതിയിലുള്ള ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ കൊണ്ട് പല പഞ്ചായത്ത് മെമ്പർമാരെയും അവർക്ക് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ കേരള കോൺഗ്രസിന്റെ അണികൾ ഒന്നിച്ചു നിൽക്കുന്നില്ല, അത് അവര് CPMനോടോ LDFിനോടൊപ്പം അല്ല എന്ന് പറയുന്നത് 101% നുണയാണ്. അത് അവരുടെ വിശകലനം തെറ്റാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ അണികൾ പൂർണ്ണമായിട്ടും വളരെ ആക്റ്റീവായിട്ട് തന്നെ LDFിനോടൊപ്പം ചേരുന്നുള്ളവരും വളരെ വിസിബിൾ ആയിട്ട് ഞങ്ങൾക്ക് എല്ലാ ദിവസവും കാണാൻ പറ്റും. അതുകൊണ്ട് അവർക്ക്, എനിക്ക് തോന്നുന്നത് അവരുടെ ഒരു സുപ്പീരിയറിറ്റി കോംപ്ലക്സ് ആയിരിക്കും അങ്ങനെ ഒരു പ്രവർത്തന റിപ്പോർട്ട് അവർ തയ്യാറാക്കാൻ കാരണം. പക്ഷെ ആ തെറ്റായ ധാരണയിൽ നിന്ന് സജി മഞ്ഞക്കടമ്പിൽ അല്പസമയം മുൻപ് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ കുറച്ചൊക്കെ കാര്യമുണ്ട് എന്നുള്ളതാണ്. കാരണം കുറച്ചൊക്കെ മനസ്സ് ഇപ്പോഴും UDFിൽ തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിലെ പലരുടെയും എന്നാണ്. തെറ്റായ വ്യാഖ്യാന. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് മാത്രം മതിയല്ലോ എങ്ങനെയാണ് അവരുടെ അണികൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളവരും. അതൊക്കെ തെറ്റാണ്. സജി മഞ്ഞക്കടമ്പിൽ എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ട് വല്ലാത്തൊരു അവസ്ഥ നിൽക്കുന്നുണ്ടുള്ള അദ്ദേഹത്തിന്റെ UDF പ്രവേശനം, ആ പാർട്ടി അദ്ദേഹം ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ UDF പ്രവേശനം കാത്തു നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അദ്ദേഹം ഉൾക്കൊള്ളുന്ന പാലായിൽ ഇന്നലെ ഒരു യൂത്ത് ഫ്രണ്ട് എമ്മിന്റെ ഒരു പ്രകടനം, ഒരു പൊതുസമ്മേളനം നടത്തിയിരുന്നു. പക്ഷേ അവിശ്വസനീയമായ രീതിയിലുള്ള ഒരു വലിയ ചെറുപ്പക്കാരുടെ കൂട്ടമാണ് പാലയിൽ സംഭവിച്ചത്. സജി മഞ്ഞക്കടമ്പിലിന്റെ നാട്ടിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സജി മഞ്ഞക്കടമ്പിൽ ആ പറയുന്നതിനകത്ത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള സാഹചര്യം കൊണ്ട് അദ്ദേഹം പറയാൻ നിർബന്ധനാകുന്ന ആളെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ യാഥാർത്ഥ്യ ഗ്രൗണ്ട് റിയാലിറ്റി ഈ പറയുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. തന്നെയുമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറയുന്നത് സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെമി കേഡർ സ്റ്റൈലിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. അതിന്റെ തലപ്പത്തുനിന്ന് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള നിർദ്ദേശം കൊടുത്താൽ അതിന് ഗ്രൗണ്ട് ലെവലിൽ തന്നെ സാധാ പ്രവർത്തനത്തിൽ തന്നെ അത് ചലിക്കും. അതൊരു വസ്തുത ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ പാർട്ടിക്ക് ഒരു ഏകീകൃതമായ അതാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ പിണക്കരുത് എന്ന് പാർട്ടി തന്നെ CPM തന്നെ താഴെത്തട്ടിലോട്ട് നിർദ്ദേശം നൽകുന്ന അതേ സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ വലിയ വിമർശനം CPIയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതായത് CPM പറയുന്നത് വലിയ പ്രാധാന്യം എന്തിനാണ് CPM കൊടുക്കുന്നത്, അതിന്റെ ആവശ്യമില്ല എന്നൊരു അമർഷം കൂടി CPMനെ അറിയിക്കുകയാണോ ഈ ഒരു ഇതിലൂടെ? താങ്കൾക്ക് എന്താണ് അത് മനസ്സിലാവുന്നത്? തെറ്റായ ധാരണ. CPIക്ക് അതിന്റേതായ പ്രോമിനൻസ്, അതിന്റേതായ പ്രാധാന്യം എല്ലാ വേദികളിലും CPM കൊടുക്കുന്നുണ്ട്. ഞാനത് ഇവിടെ ഇപ്പോൾ സംസാരിച്ച് സൂചിപ്പിച്ചു. അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണെങ്കിൽ